നമസ്കാരം. നമ്മുടെ കിച്ചണിലൊക്കെ തന്നെ വളരെ കൂടുതലായിട്ടുള്ള ഒരു ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ജാതിക്ക എന്നുള്ളത്. അത് പല രീതിയിൽ പല ഫോമിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. മുൻപ് കാലത്തൊക്കെ തന്നെ ഗൃഹവൈദ്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ അത്ര തന്നെ ഒരു ഊന്നൽ ഈ ഒരു ജാതിക്കയ്ക്ക് കൊടുക്കാനില്ല. സുലഭമായിട്ട് നമ്മുടെ കേരളത്തിൽ വളരുന്നതാണെങ്കിൽ പോലും അതിൻ്റെ ജാതിപത്രിയും ഒക്കെ തന്നെ നമ്മൾ വിൽക്കാറാണ് പതിവ്. അതിലെ ഒരു ഗുണങ്ങൾ വളരെ വലുതാണ്. അത് പല ഫോമിൽ, അല്ലെങ്കിൽ ജാതിയുടെ തൊലി നമുക്ക് പിക്കിള് അച്ചാറായിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ജാതി പത്രി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഉള്ളിലുള്ള കുരുവില്ലേ, നട്ട്മെഗ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെ മുൻപൊക്കെ നമുക്ക് വയറുവേദന പോലെ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ വയറ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ഒറ്റമൂലി എന്ന് വേണം പറയാൻ. അത് മാത്രമല്ല കേട്ടോ, സ്ത്രീകളിലെ വയാഗ്ര എന്നറിയപ്പെടുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിനു മുൻപ് ഇത്തരം ജാതിക്കയുടെ തന്നെ പല പല ഭാവങ്ങളിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അച്ചാറായിട്ടോ സ്ക്വാഷ് ആയിട്ടോ ജാമായിട്ട് അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഈ രൂപത്തിലൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചതിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്ട്സ് ഞാനിതിൽ കാണിക്കാം. താല്പര്യമുള്ളവർക്ക് നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിരിസ്റ്റിക്ക എന്നറിയപ്പെടുന്ന ഈ ഒരു ജാതിക്കയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു പിക്കിളാണ്, അല്ലെങ്കിൽ ഒരു അച്ചാറാണ് കാണിക്കുന്നത്. ആലിയയുടെ ആ ഒരു കമ്പനിയുടെ നട്ട്മെഗ് പിക്കിളാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മൾ മറ്റുള്ള പിക്കിളൊക്കെ പുറത്തുനിന്ന് വാങ്ങി ഉപയോഗിക്കുമ്പോഴായാലും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് ബോധേഡാണല്ലോ. ഇത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമാണ്. ഹെൽത്തിയാണ് എന്ന് വേണം പറയാൻ. ഇത് പൊതുവേ നട്ട്മെഗ് എന്ന് പറയുന്നത് നമ്മൾ ഡീടോക്സ് ചെയ്യാൻ, സ്കിൻ ഹെൽത്തിന്, ഓറൽ ഹെൽത്തിന്, ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവിന്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ, ലുക്യൂമിയ പേഷ്യൻസിന് ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നു. അതുപോലെ സർക്കുലേഷൻ കൂട്ടാനൊക്കെ സഹായിക്കുന്നുണ്ട്. വളരെ ഇതിൻ്റെ ഒരു ഫ്ലേവറും ആരോമയും ഒക്കെ കൊണ്ട് തന്നെ പല ഫുഡുകളിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ചമ്മന്തിപ്പൊടി തന്നെ നമുക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ജാം. ബ്രെഡിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പൊതുവേ ജാമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ഹെൽത്തി ജാം ഉപയോഗിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഇതിൻ്റെ ജാമിലായാലും ഈ സ്ക്വാഷിലായൊക്കെ നമ്മൾ ഷുഗർ നമുക്ക് തീർച്ചയായിട്ടും ആഡ് ചെയ്യേണ്ടി വരും അതിൻ്റെ ടേസ്റ്റിന്. പക്ഷേ എങ്കിലും ആ ഒരു ഷുഗറിൻ്റെ പ്രശ്നം മാത്രമേ അൺഹെൽത്തി ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ഡ്രിങ്കുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെയാണ്. അപ്പം ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിലും തന്നെ ഇതിപ്പം ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, ഈ ഒരു ബ്രാൻഡിൻ്റെ ഇത്രയും പ്രോഡക്റ്റ്സാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതല്ലാതെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോഴായാലും സോസേജ്, സോസ്, ചില ബിവറേജസിലൊക്കെ തന്നെ ഇതിൻ്റെ ആരോമ കാരണം ഉപയോഗിക്കാറുണ്ട്. ഈ രീതിയിൽ അല്പം എടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് സ്ക്വാഷ് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഈസ്റ്റിസിൻ പോലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് സെൽ ഡാമേജ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട് സ്കിന്നിൻ്റെ. അതുപോലെ തന്നെ മോണോടെർപിൻസ് പോലുള്ള കോമ്പൗണ്ട്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് ആണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ വേദനകൾ കുറയ്ക്കാനുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ചിലർക്ക് മുഖത്തൊക്കെ കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗപ്പെടുത്താറുണ്ട്. അതൊന്നെങ്കിൽ പാലിലോ തേനിലോ റോസ് വാട്ടറിലോ ഒക്കെ തന്നെ അരച്ചിട്ട് മുഖത്ത് അപ്പം നല്ല പഴുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പസ് നിറഞ്ഞിട്ടുള്ള കുരുക്കളൊക്കെ ഫേസിലുണ്ടാവുമല്ലോ, അതിന് മുകളിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അമർന്നു പോവുകയും അതിൻ്റെ പാടുകളൊന്നും വരാതിരിക്കാനൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഏമ്പക്കം വരുന്നതോ അല്ലെങ്കിൽ കിഴുവായുമായിട്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വയറിങ്ങനെ നിറഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്പം നട്ട്മെഗ് പൗഡർ, അത് 1 മുതൽ 2 മില്ലിഗ്രാം വരെയൊക്കെ ഒരു ദിവസം ഉപയോഗിക്കാവൂ കേട്ടോ. ഇതൊരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലേറെ പ്രശ്നമാണ്. ചെറിയൊരു ടോക്സിക് എഫക്റ്റൊക്കെ നമുക്ക് തരും. അതുമാത്രമല്ല, നമുക്കൊരു ഹാലൂസിനേഷൻ പോലെ നമ്മൾ ഇല്ലാത്തത് കണ്ടു എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഒരു മെൻ്റൽ അവസ്ഥയിലേക്കൊക്കെ നമ്മൾ പോവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉള്ളവരാണെങ്കിൽ ഒരു പിഞ്ചോ 2 പിഞ്ചോ നട്ട്മെഗ് പൗഡർ എടുത്തിട്ട് അല്പം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കുന്നതൊക്കെ ഈ ഒരു പ്രശ്നത്തിന്, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കും.
ഒരു അഫ്രോഡീസിയാക് ആക്ഷൻ ഉള്ളതുകൊണ്ടും നമുക്ക് സ്പേം കൗണ്ട് കൂട്ടാൻ വേണ്ടി പുരുഷന്മാരിൽ സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾക്കുള്ള ഒരു വയാഗ്രയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇത് നമുക്ക് മെൻസ്ട്രൽ ഇഷ്യൂസിൽ പീരീഡ്സ് ആവുന്നുണ്ടെങ്കിലും കൂടുതൽ ബ്ലഡ് പോകുന്നില്ല എന്നുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇത് പാലിൽ ചേർത്തിട്ടൊക്കെ കുടിക്കാം. ഇനി ഉറക്കക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മെൻ്റൽ ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഇത് പോകുന്നുണ്ടെങ്കിൽ, ചില നമുക്ക് മൂഡ് വേരിയേഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത്തരം സമയങ്ങളിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കുടിക്കാം. അല്പം ചൂടുള്ള പാലിലേക്ക് അല്പം നട്ട്മെഗ് പൗഡർ, 1-2 പിഞ്ച് നട്ട്മെഗ് പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാം. ഇതിൽ തന്നെ അല്പം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഗോൾഡൻ മിൽക്കിനും കൂടി ഈ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടൊരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കുന്ന മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിലായാലും മതി. അപ്പോൾ ഈ നട്ട്മെഗ് പൗഡർ ഉള്ളിൽ എത്തണം എന്നുള്ളതേ ഉള്ളൂ. നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. അപ്പം ഇതുപോലുള്ള ചില നമുക്ക് മൈൻഡ് വീക്കായിട്ട് തോന്നുന്ന അത്തരം കേസിൽ ചില ഇറിറ്റേഷൻസ് ഒക്കെ കാണിക്കാറുണ്ടല്ലോ നമ്മുടെ ബിഹേവിയറിലായാൽ പോലും, അത്തരം കേസിലൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അത്തരം ഡിപ്രഷൻ കേസിൽ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. മുഖത്തുള്ള സ്കാറ്, പിമ്പിള് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടായാലും ഇത് പാലിന് കൂടെ അരച്ചുപയോഗിക്കുന്നതോ അതല്ലെങ്കിൽ ഇതിൻ്റെ പൗഡർ, നല്ല ഫൈനായിട്ടുള്ള പൗഡർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്പം എടുത്തിട്ട് ഇത് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാവൂ. സാൻഡിൽവുഡ് പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ഫ്രഷ് ആയിട്ടുള്ള ആ പൊടിയിൽ മിക്സ് ചെയ്തിട്ടോ കുങ്കുമാതി തൈലത്തിൽ മിക്സ് ചെയ്തിട്ടോ ഒക്കെ അപ്ലൈ ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള സ്കാർസും പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മുഖത്ത് വന്നിട്ടുണ്ടാവുന്ന മാർക്സൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കൊളൈൻ, ഫോളേറ്റ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് സ്കിന്നിന് വളരെ ഗുണകരമാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ചില ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വായയ്ക്ക് നമുക്ക് രുചി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ചില പനി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, അതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയും കൂടി സഹായിക്കും. പിന്നെ അതുമാത്രമല്ല നമുക്ക് സ്വരം നന്നാക്കാൻ വേണ്ടിയിട്ടും ഇത് ഇരട്ടി മധുരത്തിന് കൂടെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാവുന്ന ഇത്തരം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ്. അല്ലെങ്കിൽ IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് നമുക്ക് കഴിച്ചാലുടനെ ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ വയറിളക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇതുപോലെ നമുക്ക് ജാതിക്കയുടെ പൊടി, ഈ നട്ട്മെഗിൻ്റെ പൊടി നന്നായിട്ട് തേനിൽ ചാലിച്ചിട്ടോ അതല്ലെങ്കിൽ മോരുണ്ടല്ലോ ബട്ടർ മിൽക്കിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അല്പം തീക്ഷ്ണമായിട്ടുള്ള ഒരു സ്പൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് കഫത്തെ ഇളക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് തീക്ഷ്ണമാണെന്ന് പറഞ്ഞതുകൊണ്ടും ഇതിലെ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ രീതിയിൽ ടോക്സിക്കായി നമുക്ക് മാറും അതൊരു പരിധിയിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ ഒരു ദിവസത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒരു 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതുപോലെ ചില സമയത്ത് നമുക്ക് പാല് കൊടുത്തു കഴിഞ്ഞാലും ഗ്യാസ് നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വയറ് വേദനിച്ചിട്ടൊക്കെ കരയാറുണ്ട്. അത്തരം കേസിൽ നമുക്ക് ഇതുപോലെ ഒരു കല്ലിൽ അല്പം അരച്ചിട്ട് മുലപ്പാലിൽ തന്നെ ചാലിച്ചിട്ട് നാവിൽ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ തേനിൽ വയറിളക്കമൊക്കെ ഉണ്ടെങ്കിൽ അല്പം ആക്കിയിട്ട് തേനിൽ ചാലിച്ചിട്ട് കൊടുക്കാം. ഇനി മുതിർന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മോരിൽ കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് പല രീതിയിൽ ഇതിന് ഉപയോഗപ്പെടുത്താം. ഏറ്റവും സേഫായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ മിൽക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു അല്പം ചേർത്തിട്ട് കുടിക്കുന്നതാണ്. നല്ല ഉറക്കം കിട്ടാനും നമുക്ക് ഒരുപാടേറെ മെൻ്റൽ ഹെൽത്തിന് സഹായിക്കുന്നതാണ്. മെൻ്റൽ ഇഷ്യൂസ് ഒക്കെയുള്ള കേസിൽ നമ്മളിത് ചെറിയ രീതിയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഇത് വേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നത് കൊണ്ടും ഇതിൻ്റെ ഓയിൽ, നട്ട്മെഗ് ഓയിൽ ഉണ്ട്, അതൊക്കെ നമ്മൾ അത്തരം വേദനയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സുലഭമായി കിട്ടുന്ന കാര്യമാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണെന്നും മറന്നു പോകരുതേ. ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഇത്തരം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ എല്ലാവരുടെ കേസും ഒരുപോലെ ആയിരിക്കില്ല, എങ്കിലും ഒരുവിധം എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നേരത്തെ കാണിച്ച പ്രൊഡക്റ്റ് വാങ്ങാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.